ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ കേപ്പ് ടൗണിലെ ഒരു ദിവസം എങ്ങനെ ചെലവഴിക്കാന്ന് പറഞ്ഞ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് ആരും കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണണം. കുറച്ച് എഫർട്ടൊക്കെ എടുത്ത വീഡിയോ ആണ്, ഇത്തിരി ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാകും കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വാമീനെയും കൊണ്ടുവന്ന് ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി ഒന്ന് കറക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് വാമീനെയും കൊണ്ട് അധികം കറങ്ങാനൊന്നും പോയില്ലായിരുന്നു. ജലദോഷവും പനിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ആയിരുന്നു രണ്ടുപേരും. അപ്പം ഞങ്ങളിപ്പം ഒരു ഷിഫ്റ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഇനി ഓഫ് ഡേയ്സ് എല്ലാം അടിച്ചു പൊളിക്കാം എന്ന് വിചാരിച്ച് ഇന്ന് തന്നെ നമ്മൾ വാമീനെ കൊണ്ടുവന്ന് കറങ്ങാൻ വേണ്ടി പുറത്തേക്ക് വന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊരു ഫാമിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നീണ്ടു നിവർന്ന് കിടക്കുക കേട്ടോ, മുന്തിരി ഫാം. അപ്പം ഈ മുന്തിരി ഫാമിലേക്ക് മുന്തിരി കൊലകളെല്ലാം ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, മുന്തിരി കൊലകളെല്ലാം ഉണ്ടായി നിൽക്കുന്നത്. ഇവിടെ നോക്കി ആയി വരുന്നുള്ളൂ കേട്ടോ. പച്ച മുന്തിരി, അതായത് ഇത് ചുമന്ന മുന്തിരി ആട്ടോ. ചുമന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മുന്തിരിയാണ്. ഇത് പച്ച കളറിലുള്ളത് തളിര് വന്നിട്ടുള്ളൂ. അപ്പം മുന്തിരിയുടെ വീഡിയോയും അല്ലെങ്കിൽ മുന്തിരി ഫാമിന്റെ വീഡിയോ ഒന്നും എടുക്കാനല്ല ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് കേട്ടോ. അതിന്റെ മുന്തിരിയൊക്കെ കുലച്ച് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് വൈൻ ടേസ്റ്റിംഗ് ഒക്കെ ആയിട്ട് വേറെ വീഡിയോ നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്ന വഴിക്ക് ഇൻട്രോ പറയാൻ വേണ്ടി നിർത്തിയെന്നുള്ളൂ. ഇത് കണ്ടോ, വാമിയുണ്ട്, മീനുണ്ട്. വാമിക്കുട്ടി കാറി കയറിയപ്പോഴേക്കും ഉറങ്ങിപ്പോയി. അല്ലേടി മീനു? വാമിക്കുട്ടി കാറി കയറിയപ്പോഴേക്കും ഉറങ്ങിപ്പോയിട്ടോ. നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കി ഇൻട്രോ പറയാൻ നിർത്തിയിരിക്കുന്ന സ്ഥലം കണ്ടോ, എന്ത് ഭംഗിയല്ലേ. ഇന്നാണെങ്കിൽ നല്ല അടിപൊളി വെതറാണ്. ഏകദേശം ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. നല്ല സണ്ണി ഡേ ആണ്. സണ്ണി ഡേ ആയതുകൊണ്ട് ബീച്ചും ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് മൊത്തം വെക്കേഷൻ ആണ്. എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. മാളിലായാലും ശരി, ബീച്ചിലായാലും ശരി, ഫാമിലായാലും ശരി, അല്ലെങ്കിൽ എന്താണെങ്കിലും പിള്ളേരൊക്കെ കൊണ്ട് ആൾക്കാർ ട്രിപ്പ് അടിക്കലാണ് പരിപാടി. അപ്പം ഞങ്ങളും ട്രിപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇവിടെ നിന്ന് ഏകദേശം, അതായത് കേപ്പ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ പാളെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഫാം ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഫാം എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. ഇൻട്രോ പറയാൻ നിർത്തി കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴേ കുറച്ച് ഗ്രാവൽ റോഡാട്ടോ. ഞങ്ങൾ അവിടെ ഇൻട്രോ പറയാൻ നിർത്തി കഴിഞ്ഞപ്പോഴേ കുറെ വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് തിരക്കുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം അവിടെ ലഞ്ച് ടൈം ഒക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെ കോഫി ഷോപ്സ് ഒക്കെ ഉണ്ട്. അപ്പം അവിടെ ലഞ്ചൊക്കെ കഴിക്കാനും അങ്ങനെയൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ. ഇതേ വാമിക്കുട്ടി എപ്പോഴേക്കും എഴുന്നേറ്റു. വാമിക്കുട്ടി ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, ഉറക്കപ്പിച്ചിലാണ്. വാമിക്കുട്ടി ഒരു ഹായ് പറഞ്ഞേടി. ഹായ്. വാമിക്കുട്ടി ഹായ് പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും കിട്ടിയില്ലേ ഹായ്? അപ്പോൾ ദേ നമ്മളെവിടെ വന്നിരിക്കുന്നേടി? അൽപ്പാക്ക ലൂം കേട്ടോ. അൽപ്പാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെക്കേ അമേരിക്കൻ ക്യാമൽ ഇനത്തിൽപ്പെട്ട ഒരു മാമൽസ് ആണ്. അത് വെൽക്കം ടു അൽപ്പാക്ക ലൂം. അപ്പം ഈ അൽപ്പാക്ക ലൂം എന്നാണ് നമ്മൾ വന്നിരിക്കുന്ന ഫാമിൻ്റെ പേര്. വാമിക്കുട്ടിക്ക് ഇത്തിരി എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശത്തിൽ വന്നത് ഇവിടെ. അപ്പം ഇതൊരു വെറൈറ്റി ഫാം കൂടിയാണ്. അപ്പോൾ ഇത് കാറ് ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തു. നല്ല ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി നല്ല അടിപൊളി വ്യൂ അല്ലേ. അപ്പോൾ ഇവിടെ കോഫി ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ റിസപ്ഷനിലേക്ക് പോയിട്ട് നമുക്കിവിടെ എന്തെങ്കിലും ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഇതൊരു കോഫി ഷോപ്പും കൂടിയാണ്, റിസപ്ഷനുണ്ട്. ഇതെന്താ, ഇത് നോക്കി, ഇത് മറ്റേ ഗ്രാൻഡില, മറ്റേ പാഷൻ ഫ്രൂട്ട് പോലത്തെ ഒരു സാധനമില്ലേ, പാഷൻ ഫ്രൂട്ട് തന്നെയാണെന്ന് തോന്നുന്നല്ലേ ഇത്, നമ്മുടെ പാഷൻ ഫ്രൂട്ട് പോലെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് റിസപ്ഷനിലൊന്ന് പോയിട്ട് വരാം കേട്ടോ. അതാണ് റിസപ്ഷൻ കേട്ടോ. റിസപ്ഷനിലേക്ക് വന്നു കഴിയുമ്പം നമുക്കിവിടെ അവർ കുറേ ഇൻഫോർമേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും 2 ബ്രീഡ് അൽപ്പാക്കകളാണുള്ളത്. ലാമാന്നും പിന്നെ അൽപ്പാക്ക എന്നാണ് പറയുന്നത്. 2 തരം അൽപ്പാക്ക ടൈപ്സ് ആട്ടോ. ഈ അൽപ്പാക്കയാണെങ്കിൽ, അതായത് ഈ ലാമ എന്ന് പറയുന്ന അൽപ്പാക്കയാണെങ്കിൽ ഏകദേശം വെയിറ്റ് 110 to 130 ആണ് വരുന്നത്. ഇതാണെങ്കിൽ 55 to 80 kg ആണ് വരുന്നത് കേട്ടോ. ഇതിനെ തിരിച്ചറിയാനായിട്ട് ഇത് ലോങ്ങർ ആൻഡ് ബനാന ഷേപ്ഡ് ഇയറാണ്. മറ്റേതിൻ്റെ ആണെങ്കിൽ സ്പിയർ ഷേപ്ഡ് ഇയറുമായിരിക്കും. പിന്നെ ഇവിടെ ചാർജ് വരുന്നത് അൽപ്പാക്ക ബൺ ടൂൾസിനാണെങ്കിൽ അഡൾട്ട്സിന് 100ഉം പിന്നെ അണ്ടർ 3 ഇയേഴ്സിനാണെങ്കിൽ ഫ്രീ ആണ്, അല്ലെങ്കിൽ 70 ആണ് ചിൽഡ്രൻസിന് വരുന്നത് കേട്ടോ ചാർജ്. പിന്നെ അനിമൽ ഫീഡിനാണെങ്കിൽ 30 ഗ്രാൻഡും. അപ്പോൾ ഇവിടെ നിന്ന് കയറുമ്പം ഇത് നല്ല അടിപൊളിയായിട്ട് ഇട്ടിരിക്കുന്ന ഒരു ചെറിയൊരു കോഫി ഷോപ്പാണ്. അപ്പം ഇവിടെ ഒത്തിരി ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളെല്ലാം ഇവിടെ അവർ ഉണ്ടാക്കിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇവിടെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അൽപ്പാക്ക മാത്രമല്ല കേട്ടോ, ഇവിടെ വേറെ കുറച്ച് അനിമൽസും ഉണ്ട്, ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുമയുള്ള വ്യൂ നോക്കിക്കോട്ടോ.
ഇതൊക്കെ ഇതിലേക്ക് നോക്കുമ്പം നല്ല അൽപ്പാക്കകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് കോഫി കുടിക്കുകയും അല്ലെങ്കിൽ ഫുഡ് കഴിക്കുകയോ ലഞ്ചോ എന്ത് വേണമെങ്കിലും കഴിക്കാം. നോക്കി ആ വ്യൂ കണ്ടോ, നല്ല അടിപൊളി വ്യൂ അല്ലേ. നമ്മളിത് ടിക്കറ്റൊക്കെ എടുത്ത് ഇതേ അകത്തേക്ക് കിടന്നു കേട്ടോ. അകത്തേക്ക് കിടന്നു കഴിഞ്ഞപ്പം മാമിക്ക് എവിടെ വന്നേക്കുന്നതെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇതിൽ കൂടെ ചുമ്മാ നടക്കും കേട്ടോ ആൽപ്പാക്കകൾ. അപ്പോൾ ഇവിടെ കുറേ ചിക്കനും ഉണ്ട്. ഇവിടെ ആൽപ്പാക്കകൾ മാത്രമല്ല കേട്ടോ, ചിക്കനും പിന്നെ ആടുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇത് ഇത്തിരി ഡേഞ്ചറും കൂടിയാണ്. ബാഗ് ഹൈഡ് ചെയ്ത് വെക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതേ കണ്ടോ ചിക്കൻ കണ്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പ്ലേ ഏരിയ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരെല്ലാം വന്ന് ഇവിടെ നിന്ന് ഫീഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുവാണെങ്കിൽ ഇരിക്കാം. ക്യാമലുണ്ട് കേട്ടോ, ക്യാമലുണ്ട് ഇവിടെ. ചെമ്മരിയാട്, ചിക്കൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കത് ഇതിൻ്റെ അടുത്തേക്ക് പോകാം. വാ, ചെറുതല്ലേ, ചെറുതിന് വലിയ അനിമൽസിന് ഫീഡ് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പം ഫീഡ് മേടിച്ചിട്ടുണ്ട്. സത്യത്തിൽ അവിടെ എഴുതി വെച്ചിരുന്നത് ടൂറിൻ്റെ ആട്ടോ, 100 റാൻഡ്. ശരിക്കും ഒരു അഡൽസിന് 30 റാൻഡ് ഉള്ളൂ. അപ്പം 2 അഡൽസിന് 30 പിന്നെ ഫീഡിങ് ഒരു 30, അങ്ങനെ 90 റാൻഡാണ് ഞങ്ങൾക്ക് ആയുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, വെള്ള കളർ ഒരു അൽപ്പാക്ക പോകുന്നുണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ ഷേപ്പ് കാണാനാട്ടോ ഭംഗി. മീനുമാണ് ഫീഡ് ചെയ്യാൻ പോയാൽ. വാ മമ്മി, മമ്മി വാ വാ, അമ്മ ഫീഡ് ചെയ്ത് നോക്കി. ഇത് കേട്ടോ അൽപ്പാക്കയ്ക്ക് ഫീഡ് കൊടുക്കുന്ന കേട്ടോ. അവർ ബാഗെല്ലാം ഹൈഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വാ വാ വാ, പേടിച്ചു പോയി കേട്ടോ മാമി ഇത്രയും വലിയ അനിമൽസിനെ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് പേടിച്ചു പോയത്. മാമിക്കുട്ടിക്ക് ആകെ ഞങ്ങളുടെ നമ്മുടെ ജൂലിനെ മാത്രമേ അറിയുള്ളൂ അല്ലേ. ദേ അമ്മ ഫീഡ് ചെയ്യുന്ന നോക്കി കണ്ടോ. അപ്പൊ ഈ അൽപ്പാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ തെക്കേ അമേരിക്കൻ ഒട്ടക സസ്യങ്ങളിൽപ്പെട്ട ഒരു ഇനം ആണ് അൽപ്പാക്ക എന്ന് പറയുന്നത്. ലാമ പക്കോസ് എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. പരമ്പരാഗതമായി ബൊളീവിയ, തെക്കൻ പെറു, പടിഞ്ഞാറൻ ബൊളീവിയ, ഇക്വഡോർ, വടക്കൻ ചിലി എന്നിവിടങ്ങളിലെ ആൻഡീസ് പർവ്വതനിരകളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ലോകമെമ്പാടുമുള്ള ഫാമുകളിലും റാഞ്ചുകളിലും എല്ലാം ഈ അൽപ്പാക്കകളെ കണ്ടുവരുന്നുണ്ട്. വർഷം തോറും ഇത് ആയിരക്കണക്കിന് മൃഗങ്ങളാണ് ജനിക്കുകയും വളരുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് ഈ അൽപ്പാക്കകൾ കൂടുതൽ ജനപ്രിയമായത് കേട്ടോ. അൽപ്പാക്കകളുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ ശരീരഭാഷയിലൂടെയാണ് അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. വിഷമമോ ഭയമോ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലേ ഇത് നമ്മുടെ ആടൊക്കെ ആണെങ്കിൽ ഈ ശബ്ദം ഉണ്ടാകുമല്ലോ. അപ്പം ഈ സാധനമാണെങ്കിൽ ശബ്ദം ഉണ്ടാകത്തില്ല. ഇത് തുപ്പി ആണ് ഇതിൻ്റെ ആധിപത്യം കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ശരിക്കും മറ്റേ ഇനത്തിൽപ്പെട്ട അൽപ്പാക്കകളില്ലേ അവന്മാരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്തിരി ഡേഞ്ചറാണ്. ഇവൻ്റെ നിപ്പ് കണ്ടാൽ അറിയാം. ഇവൻ്റെ കാലൊക്കെ നോക്കി, ഇവൻ്റെ നഖങ്ങളെല്ലാം ദേ നല്ല വലുതായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ചവിട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീനാകും. ഇത്തിരി കുതിരയല്ല, ഒരു ഒട്ടകത്തിൻ്റെ മുഖമല്ലേ കണ്ടോ, ഒരു ഒട്ടകത്തിൻ്റെ മുഖമാണ്. മറ്റേ ഇറ്റങ്ങളെ വെച്ച് നോക്കുമ്പം ഇതിന് വേറൊരു മുഖം കേട്ടോ വരുന്നത്. അപ്പോൾ ഈ മെയിൽ അൽപ്പാക്കകളാണ് കൂടുതൽ ശക്തൻ. അപ്പം ഇത് ശരിക്കും ഈ സാധനം നമ്മൾ കാണുന്ന പോലെ അത്ര കാമ് ക്വയറ്റ് അങ്ങനെയൊന്നുമില്ല. ഇതിൽ നല്ല അഗ്രസീവായ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ശരിക്കും ഇതിൻ്റെ ശരീരഭാരം ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ. 2 തരം അൽപ്പാക്കകളുണ്ട്. അപ്പം ഒരെണ്ണത്തിൻ്റെ 130 to 200 ആണ് വരുന്നത്. അഡൽട്സിൻ്റെ ശരീരഭാരം ഏകദേശം 130 to 200 അടുത്ത് തന്നെ വരും. അത് മറ്റേ ഇനമാണെങ്കിൽ ഏകദേശം 55 to 85 ആ ഒരു രീതിയിലാണ് വരുന്നത്. അൽപ്പാക്കാസിന് വേറൊരു പേരാണ്, അത് ഫൈബർ പ്രൊഡ്യൂസിങ് അനിമൽ എന്നും കൂടി അറിയപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവയുടെ രോമം വളരെ മൃദുവും ആഡംബരവുമാണ്. പ്രതിവർഷം ഒരു മൃഗത്തിന് 5 മുതൽ 10 പൗണ്ട് വരെ രോമം കിട്ടും. ഇവ ശരിക്കും ഈ വസ്ത്രങ്ങൾ, ബ്ലാങ്കറ്റ് എന്നീ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇവ ശരിക്കും ഉപയോഗിക്കുന്നത്. 20th സെഞ്ച്വറിയിലാണ് ഈ അൽപ്പാക്ക ഫാമിങ് സൗത്ത് ആഫ്രിക്കയിൽ തുടങ്ങിയത് കേട്ടോ. 2000ൻ്റെ തുടക്കത്തിൽ ചിലിയിൽ നിന്നുമാണ് ഇവ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത്. വെസ്റ്റേൺ കേപ്പിലെ വെല്ലിംഗ്ടൺ എന്ന സ്ഥലത്തെ ഇൻക വാലി അൽപ്പാക്കാസ് ഫാമിങ്ങിനായിരുന്നു ആ ഫാമിൻ്റെ പേര് കേട്ടോ. ഏകദേശം 6 മാസത്തോളം പ്രായമായ അൽപ്പാക്കകളെയാണ് ഇവർ കൊണ്ടുവന്നത്. 22ഓളം നാച്ചുറൽ കളേഴ്സ് രോമം ഈ അൽപ്പാക്കകളിൽ അവൈലബിൾ ആട്ടോ. അതിൽ കൂടുതലും വൈറ്റ് കളറാണ് ഉള്ളത്. ചെറിയ കടിച്ചെടുക്കൂടെ മാമിക്കുട്ടി ഒരു ഇല കൊടുത്ത് പിന്നെ മാമിക്കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ.
എവിടെ എന്റെ എല്ലാം ഇല്ലടാ, ഇല്ല, അവനൊന്നും ചെയ്യില്ല, അവനുണ്ടല്ലോ. ഇവിടെ ചുമ്മാ ഈ അൽപ്പക്കകളൊക്കെ ഇട്ടാക്കും കേട്ടോ. അപ്പം ഇതെല്ലാം എന്താ ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ചും കൂടി അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഹോഴ്സും ഡോങ്കിയും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു കഴിയുമ്പം നമുക്കിത് ആടുകളെ കാണാം. കണ്ടോ ആടുകൾ. ഇവിടെ എല്ലാത്തരം ഫാമും ഉണ്ട് കേട്ടോ. അപ്പം പിള്ളേർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് വന്നത്. വാമീനൊന്ന് കൊണ്ടുപോയിട്ട് ഈ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ ആടുകൾ, ചെമ്മരിയാടാണ്. ചെമ്മരിയാട് ഇതൊക്കെ അയ്യോ ഇത് എന്ത് സാധനമല്ലേ, ഇത് എന്താടാ നോക്കി. ശരിക്കും ഇവരിപ്പോൾ ടൂറിൻ്റെ സമയമല്ല കേട്ടോ. അവർ ടൂറിൻ്റെ ടൈമിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ ടൂറിൻ്റെ സമയത്തല്ല വന്നത്. നോക്കി ഇതെന്ത് ആടാ നോക്കി. ഇത് കണ്ടോ ചെമ്മരിയാടാണിത്. ഇതൊക്കെ ചെമ്മരിയാടാ. അതേ കണ്ടോ ചെമ്മരിയാടത്. നമ്മുടെ നാട്ടിലെ ആട് പോലത്തെ കേട്ടോ. ഇത് ഇത്തിരി പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു. നോക്കിയേ വയറെല്ലാം നല്ല തള്ളിയിരിക്കുന്നത്. ഇത് ചെറിയ ആട്ടുംകുട്ടികളും ഉണ്ട്. പിന്നെ ഇതിനെല്ലാം ഒരുമിച്ചിട്ടിരിക്കുന്നത് അയ്യോ പേടിച്ചു പോയി. ഇവിടെ ഇട്ടിരിക്കുന്ന ആട് അതെ ആ ചെമ്മരിയാടിൻ്റെ ഇതിനില്ലേ സ്പെക്കിൾഡ് കോട്ടും പിന്നെ ഇതാണെങ്കിൽ അങ്കോറ കോട്ടും എന്നാട്ടോ പറയുന്നത്. 2 തരം ആടുകളുണ്ട്. അപ്പം ഞാനോ അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് പേടിയാ. എനിക്ക് പേടിയാ. മീൻ തന്നെ കൊടുത്തോ. ഇത് പ്രഗ്നൻ്റ് ആട്ടോ. അതേ അതിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരനക്കം കാണാം. കണ്ടോ അല്ലേ കണ്ടോ. അത് പ്രഗ്നൻ്റ് ആണോന്നറിയില്ല. ഇത് പ്രഗ്നൻ്റ്. അതൊക്കെ തള്ളുന്നുണ്ടോ ഇടയ്ക്കിട്ട് കൊച്ച് അനങ്ങുന്നത് കാണാം. അതെ ആണോ ഇത് പ്രഗ്നൻ്റ് അല്ലേ. ആട്ടുകുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ ചെറുതായിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ ടേബിളെല്ലാം ഇട്ട് അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ഇവരിവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കഴിയുന്നുണ്ടെങ്കിൽ ഈ മലയുടെ അടിവാരത്താട്ടോ ഈ ഫാം ഇരിക്കുന്നത്. അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ അൽപ്പാക്ക ലൂം എന്നും പറഞ്ഞ് വലിയതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആടിനെല്ലാം ഫീഡ് ചെയ്തിട്ട് ഫീഡ് ശരിക്കില്ലേ ഒരു ഇത്തിരി ഉള്ളൂ കേട്ടോ. 30 ഗ്രാമിന് കിട്ടുന്ന ഫീഡ് ഈ ചെറിയൊരു കവറിൽ കുറച്ചുള്ളൂ. അത് പെട്ടെന്ന് തീരും. ഈ സാധനങ്ങളാണെങ്കിൽ ഫുഡ് വേണ്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ആടിനെയൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരു ചെറിയ രീതിയിൽ ടേബിളെല്ലാം ആയിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ നല്ല ഓപ്പൺ എയറിൽ ഒരു നല്ല വ്യൂ ഒക്കെ തന്ന് മുന്തിരി തോട്ടത്തിൻ്റെ അതായത് മുന്തിരി ഫാമിൻ്റെ വ്യൂവിലിരുന്ന് നമുക്ക് റിലാക്സ് ചെയ്ത് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നോക്കിയേ മൊത്തം ഫാമുകൾ കേട്ടോ. മൊത്തം ഫാമുകൾ വാമി അവിടെ നിൽക്കുന്നുണ്ട്. മൊത്തം ഫാമുകളും ആ മലയുടെ അടിവാരത്താണ് മൊത്തം ഫാമുകൾ ഇരിക്കുന്നത്. ഭയങ്കര വ്യൂ ആട്ടോ. നല്ലൊരു റീഫ്രഷ്മെൻറ്റ് മൂഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു മൂഡാണ് ശരിക്കും. പിള്ളേരെ കൊണ്ടുവന്ന് ഒരു ഡേ ഫുള്ള് ഇവിടെ ഇരുന്ന് നമുക്ക് സ്പെൻഡ് ചെയ്ത് പിക്നിക് സ്പോട്ടും കൂടിയാണിത്. അപ്പോൾ പിക്നിക്കും ചെയ്യാം, അല്ലെങ്കിൽ ഫുഡൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഇവിടെ വന്ന് ഫുഡും കഴിച്ച് എൻജോയ് ചെയ്തിട്ട് പോവാം കേട്ടോ. ഈ 2ാമത്തെ തരം ഒരു അൽപ്പാക്ക എന്ന് പറഞ്ഞില്ല, അത് വേറൊരു ലുലാമേ അങ്ങനെ പറഞ്ഞിട്ടൊരു അൽപ്പാക്കയാണത്. ഇത്തിരി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ ഇതൊരു വേറെ വെറൈറ്റി അൽപ്പാക്ക കേട്ടോ. കണ്ടോ നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാകും എന്നെനിക്കറിയില്ല. നമ്മുടെ കയ്യിൽ മൈക്കില്ലല്ലോ. മൈക്കില്ലാത്തതുകൊണ്ട് എങ്ങനെയായിരിക്കും എനിക്കറിയത്തില്ല. എന്തായാലും ക്ലിയർ ആയിരിക്കും വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യാമൽസ്, ഹോഴ്സസ്, ഡോങ്കീസ് ക്യാൻ ബൈറ്റ്, ഡു നോട്ട് പെറ്റ് ഓർ ഫീഡ്. അതാണ് സംഭവം. അപ്പോൾ ഇവിടെ കുറച്ച് ഡോങ്കീനെ കാണാം. ഇത് കണ്ടോ ഡോങ്കി ഉണ്ട്, ക്യാമലുണ്ട് അപ്പുറത്ത് മാറിയിട്ട്, പിന്നെ ഹോഴ്സും ഉണ്ട് കേട്ടോ. അവിടെ ഹോഴ്സും ഉണ്ട്. ആൽപ്പാക്കലും ഒന്നും എഴുതിയേക്കുന്നില്ല, അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം. പക്ഷേ മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്തേക്കുന്നത് അൽപ്പാക്കകളെ കേട്ടോ. അൽപ്പാക്കകളാണ് ഇവിടെ കൂടുതൽ. പിന്നെ ചിക്കനും ഉണ്ട്, ആടും ഉണ്ട് കേട്ടോ. ആട് കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ടൂറിൻ്റെ സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് അവർ കറക്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അങ്ങനെയാണെങ്കിൽ നല്ല ഇൻഫോർമേഷൻസ് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ അല്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് കളിപ്പിച്ചിട്ടും പോകാം. ഞങ്ങളിന്ന് മെയിൻ വന്നതിൻ്റെ ഉദ്ദേശം ശരിക്കും വാമീനെ എങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാം എന്നാണ്. വാമി ഇതിനൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ വാമീനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. വാമിക്കുട്ടി ഇപ്പോഴാട്ടോ വാമിക്കുട്ടി അടുത്തത്. കാരണം ആദ്യം വന്നപ്പോഴേ ഉറക്കത്തിൽ നിന്ന് എഴുതിയിട്ട് വന്നതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പം. ഇപ്പോൾ വാമിക്കുട്ടി അതിൻ്റെ പേരെന്താ? എന്താ പേര്? ആട്. ആട് പറഞ്ഞേ. ആട്. ബേബി ഉണ്ടായില്ലേ? ബേബി ഉണ്ടായില്ലേ? നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്. പക്ഷെ ചൂടൊന്നുമില്ല, നല്ല കാറ്റുണ്ടെന്നു. ഇവരെ ഫീഡായിട്ട് തന്നിരുന്നത് കുറച്ച് ചോളവും വീറ്റൊക്കെ ഇല്ലേ, അതും പിന്നെ കുറച്ച് പുല്ല്
പൊടിച്ചതും കൂടിയാണ് ഈ പാക്കറ്റിൽ ഇട്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ ഒരെണ്ണം മേടിച്ചാക്കുന്ന ഫീഡ് കഴിഞ്ഞു. നല്ല കാറ്റുള്ള ദിവസം കേട്ടോ ഇന്ന്. വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് വലിയ ചൂടൊന്നും അറിയുന്നില്ല. നമ്മളെ അപ്പം നല്ല വിശപ്പ്. അപ്പം ഞങ്ങളത് ഫുഡ് കഴിക്കാൻ വന്നു. കുറച്ച് നേരം വാമീനെയൊക്കെ കളിപ്പിച്ചു കേട്ടോ. അപ്പം ഈ കോഫി ഷോപ്പിൽ കയറി ഫുഡ് ഓർഡർ കൊടുത്തു. ഞങ്ങളത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നമ്മൾ ഓർഡർ ചെയ്ത ഷെയ്ക്ക് വന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് സോൾട്ടഡ് കാരമലും മീനും ഓർഡർ ചെയ്തത് വാനില ഷേക്കുമാണ്. പിന്നെ അത് ഈ ഫുഡും വന്നിട്ടുണ്ട്. ഓർഡർ ചെയ്തത് ഞാൻ ഓർഡർ ചെയ്തത് റോസ്റ്റ് ചിക്കൻ പയ്യും പിന്നെ മീനും ഓർഡർ ചെയ്തത് ഇത് ടൊമാറ്റോ മൊസറല്ല ക്യൂഷിയാണ് കേട്ടോ. അങ്ങനെ വേറെ പ്രത്യേകിച്ച് മെനു ഒന്നുമില്ല ഇവിടെ. മെനു എല്ലാം കുറവാണ്. വാമി ഇതേ പോളിങ് തുടങ്ങിയിട്ടുണ്ട്. വാമി അല്ലേ, പോളിങ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ വാമി? എങ്ങനെയുണ്ട് ഇത് ടീമി? ഞാൻ അച്ഛയുടെ ടേസ്റ്റ് ചെയ്യണം, അതാണ് അച്ഛേ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൂറുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് 10 മണി തൊട്ട് 4:30 വരെ എല്ലാ മണിക്കൂറിലും ഉണ്ട് കേട്ടോ. ആ ടൂറാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഷോപ്പിൽ തന്നെ ഇവർ ഈ അൽപ്പാക്കയുടെ ഈ രോമം കൊണ്ട് ഉണ്ടാക്കി വയ്ക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും, എന്നാലും അയ്യോ ഇത് 2190 റാൻഡ് കേട്ടോ. 2190 എന്ന് പറയുമ്പോൾ ഏകദേശം 10,500 രൂപയുടെ അടുത്ത് വരും ഈ സ്കാൽഫിന് കേട്ടോ. ഇത് കണ്ടോ ഇത്രേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല സ്മൂത്താട്ടോ, നല്ല അടിപൊളി, നല്ല സ്മൂത്തായിട്ടുള്ളൊരു സാധനം. നമ്മുടെ കമ്പിളി പോലെയല്ല ഇതിൻ്റെ മെറ്റീരിയൽ, നല്ലൊരു സ്മൂത്ത് സാധനം കേട്ടോ. ഇവിടത്തേക്ക് പ്രൈസ് ഇട്ടിട്ടുണ്ട്. സ്മോളിന് ഇത് 120 × 150 സെൻറ്റിമീറ്ററിന് 2,990, പിന്നെ 3,490, 4,490. നല്ല റേറ്റ് ആട്ടോ ഇതിന്. പിന്നെ അതേ അതിൻ്റെ തന്നെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അൽപ്പാക്കയുടെ തന്നെ അത് ഇവർ ഉണ്ടാക്കുന്നതാണ്, ഇവിടെ ഇരുന്ന് തന്നെ ഉണ്ടാക്കുന്നതാട്ടോ. നിങ്ങൾക്ക് കാണാം ദേ ഇവിടെ ഈ കൈത്തറി പോലെ ഇരുന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഇടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ വർക്കിംഗ് ലൂം ഇൻ പ്രോഗ്രസ്, ഡു നോട്ട് ടച്ച്. അതുകൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഏകദേശം 22ഓളം നാച്ചുറൽ കളറ് തന്നെ ഇതിൽ വരുന്നുണ്ട്. ഇവരുടെ ഈ അൽപ്പാക്കയിൽ വരുന്നുണ്ട്, കളർ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ ഇവിടെ ദൈവം വലിയ മെഷീനുണ്ട് കേട്ടോ. ഉണ്ടാക്കുന്ന വലിയ മെഷീനും ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് ഇവർ മാനേജ് ചെയ്യുന്നത്. ഇത് ഈ ഒരു കോഫി ഷോപ്പ് എങ്ങനെ നല്ല അടിപൊളിയല്ലേ? ഒരു മരത്തിൻ്റെ നല്ല ഒരു അതെ അതിൻ്റെ റേറ്റ് ഉണ്ടോ? പ്രൈസ് ഉണ്ടോ? ഭയങ്കര പ്രൈസാണ്, നല്ല പ്രൈസാട്ടോ. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ കുറേ ഈ ക്യാപ്പ് പോലത്തെ ഇതില്ലേ തണുപ്പത്തൊക്കെ വയ്ക്കുന്നത്, അതും ഗ്ലൗസും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ രോമം കാണാം കേട്ടോ. ഇത് ഷീപ്പിൻ്റെയാണ്, ഇത് ചെമ്മരിയാടിൻ്റെയാണ്. ഇത് മൊഹെയർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ, അതാണ് അൽപ്പാക്കയുടെ വരുന്നത് കേട്ടോ. ഇതാണ് അൽപ്പാക്കയുടെ, ഇതും അൽപ്പാക്കയാണ്, ഇതും അൽപ്പാക്കയാണ്. പല കളർ വെറൈറ്റീസും നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവിടെ ഒത്തിരി ഐറ്റംസ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ഇത് കുറേ സാധനങ്ങൾ പിള്ളേരുടെ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര റേറ്റ് ആട്ടോ അതിൽ എഴുതി വെച്ചേക്കുന്നത്. ഏകദേശം 200 റാൻഡിൻ്റെയൊക്കെ അടുത്താണ് ആ ചെറിയ അൽപ്പാക്കയുടെ മോഡൽ. ആ ഒരു ഇതിന് കേട്ടോ, മറ്റേ ടെഡി ബിയർ പോലത്തെ സാധനമില്ലേ, അത് ഉണ്ടാക്കി വെച്ചേക്കുന്ന അൽപ്പാക്കയുടെ ആ ചെറുതിന് 200 റാൻഡാണ്. ഭയങ്കര പൈസ, 1000 രൂപയുടെ അടുത്തേ. അപ്പോൾ നമ്മൾ നടന്ന ഭാഗത്ത് മാത്രമല്ല കേട്ടോ, ഇവരുടെ ഫാം അങ്ങനെ വിശാലമായിട്ട് കിടക്കുവാണ്. അവിടെയൊക്കെ ഷെഡുകൾ കാണാം. ആ ടൂർ പോയില്ല, ആ വാക്കിംഗ് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ വഴിക്കാട്ടോ പോകുന്നത്. നമ്മൾ ഈ വഴിയായിരുന്നു, നമ്മൾ ഈ വഴിക്ക് നടന്ന് ഇവിടെ ജസ്റ്റ് പിക്നിക് ഏരിയ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഈ കോഫി ഷോപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉള്ളിലേക്ക് പോയുള്ളൂ. അവിടെ ശരിക്കും അവരുടെ ഫാമിങ് അതിൻ്റെ ഉള്ളിലാണ്. അവിടെ ഷെഡ് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ അൽപ്പാക്കകളുണ്ട്. അപ്പോൾ ആ ഫാമിലേക്കാണ് അവർ ആ ടൂറ് കൊണ്ടുപോയത്. അപ്പം എല്ലാ അവറിലും ഇവർ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 1 hour ടൂറാണ്. അപ്പം ടൂറുണ്ടെങ്കിൽ 100 റാൻഡാണ് അവർ ചാർജ് ചെയ്യുന്നത്. ടൂറില്ലെങ്കിൽ 30 റാൻഡ് ഉള്ളൂ. നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവരാം. ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇൻസൈഡ് ഇരുന്നിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ നിന്ന് മേടിച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളിത് ഇറങ്ങി. ഞാൻ കുറച്ച് നേരം കളിപ്പിച്ചു. വാമിതേ ഉഷാറായി. ഹലോ വാമി, വാമി വീട്ടിൽ ഉഷാറായോ? ഇനി എവിടേക്ക് പോട്ടെ? എവിടേക്ക് പോവാ? വാട്ട്? ആടെങ്ങനെ കരയണേ? ആടെങ്ങനെ കരയണേ? ആടെങ്ങനെ കരയണേ? എന്താടി
അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ്. അപ്പൊ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അൽപ്പാക്ക ഫാമിലെ. അൽപ്പാക്കേനെ എങ്ങനെയുണ്ട്, പിന്നെ മാമീനൊന്ന് എന്റർടൈൻ ചെയ്യണമായിരുന്നു, അതായിരുന്നു നമ്മുടെ മെയിൻ എയിം. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ട്രാവലിംഗ് വ്ലോഗ് അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കും കേട്ടോ. നമ്മുടെ ചാനലിന്റെ പേര് അധികം വൈകാതെ തന്നെ നമ്മൾ മാറ്റുന്നതാണ്. ഞങ്ങള് ഒരു പേരും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്നില്ല. അപ്പൊ ഞങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് പേര് ഏതിടും. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു പേര് വരുവാണെങ്കിൽ അപ്പൊ മാറ്റും. അപ്പൊ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പം അതുവരേക്കും ബൈ ബൈ, ലിവ് ഇൻ ദ മൊമെന്റ്. ടാറ്റാ ബൈ.